നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ സീരിയലുകളെ പറ്റിയാണ്. നമ്മൾ നിലവിൽ ഇൻസ്റ്റ നോക്കിയാൽ നമ്മൾ പണ്ട് കണ്ട ഒട്ടുമിക്ക സീരിയലുകളുടെയും സീനുകൾ നമുക്ക് റീൽസിൽ കാണും. പണ്ടത്തെ സീരിയൽസ് നിലവിൽ ഇപ്പോൾ എയറിലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിൽ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള നിലവിൽ എയറിലായ ചന്ദനമഴ, പരസ്പരം, ഈ സീരിയൽസ് എല്ലാം ഹിന്ദി സീരിയലുകൾ സിനിമ റീമേക്ക് ചെയ്യുന്നത് പോലെ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തതാണ്. അപ്പോൾ റീമേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ചെറിയ തകരാറുകൾ ഈ സീരിയൽസിനെല്ലാം ഉണ്ട്. അങ്ങനെയാണ് പല സീനുകളും എയറിലാവുന്നത്. ഇതാണ് ചന്ദനമഴയുടെ ഹിന്ദി. എല്ലായിടത്തും ഇടിയും കുത്തുമാണ്. ഇനി മലയാളത്തിലേക്ക് വന്ന ഇവരുടെ ദേശായി ഫാമിലിയിൽ അർജുൻ ദേശായി എന്ന ക്യാരക്ടറുണ്ട്. ആ പേരെല്ലാം വളരെ മാസാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ബ്രില്യൻ്റായ സ്മാർട്ടായ ഒരു വ്യക്തിയായി തോന്നുമെങ്കിലും ഒരു ദിവസം വിഷു ആയപ്പോൾ ദേശായി ഫാമിലി മുഴുവൻ പടക്കം കത്തിച്ച് കളിക്കുകയായിരുന്നു. എല്ലാവരും കമ്പിത്തിരിയാണ് കത്തിക്കുന്നത്. ആദ്യം അർജുൻ ദേശായി കമ്പിത്തിരിയാണ് കത്തിച്ചത്. കുറച്ചു കഴിഞ്ഞൊരു വെറൈറ്റിക്ക് ഗുണ്ടെടുത്ത് അർജുൻ ദേശായി ഓടിച്ചാടി വരുന്നു. ശേഷം ഗുണ്ട് കയ്യിൽ വെച്ച് പൊട്ടിക്കാൻ നോക്കും. ഈ ഒരു ഫാമിലി വളരെ പഠിപ്പുള്ള ഒരു വ്യക്തിയാണ് അർജുൻ ദേശായി. എന്നിട്ടാണ് അർജുൻ ദേശായി ഇങ്ങനെ ചെയ്യുന്നത്. ഗുണ്ട് കത്തിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ശേഷം അമൃത ഓടി വന്ന് ഗുണ്ട് കളയാൻ പറയും. പൊട്ടണേന് ഒരു സെക്കൻഡ് മുമ്പ് അർജുൻ ദേശായി ഗുണ്ട് അമൃതയ്ക്ക് പാസ് ചെയ്തു. ശേഷം അർജുൻ ദേശായി ഓടി. പിന്നീട് അമൃത ഭാഗ്യത്തിന് അമൃത ചത്തില്ല, ജസ്റ്റ് ഒന്ന് കൈ പൊള്ളിയതേ ഉള്ളൂ. നമുക്കറിയാം അമൃത എന്ന ക്യാരക്ടർ ഈ ഒരു സീരിയലിൽ വളരെ നിഷ്കളങ്കയാണ്. അതുകൊണ്ട് ആദ്യമല്ല അർജുൻ ദേശായിയുടെ മമ്മിയായ ഊർമിള ദേശായി അമൃതയെ റാഗിങ് ചെയ്യുമായിരുന്നു. 24 മണിക്കൂറും നീ ഈ തിട്ട് നടക്കണം. ഇങ്ങനെ സ്വർണ്ണമിടണമെന്ന് ഊർമിള ദേശായി അടുക്കളപ്പണി മുതൽ കിടന്നുറങ്ങുന്നത് വരെ ഇതിട്ടുകൊണ്ടായി. ഇങ്ങനെ സ്വർണമെല്ലാം ഇട്ട് അർജുൻ ദേശായിയുടെ അടുത്ത് പോയാൽ ഇതിന്റെ ശബ്ദം എനിക്ക് കേട്ടോ കലികളോ പോകുന്നുണ്ടോ ഇവിടുന്ന്? ആദ്യമെല്ലാം അർജുൻ ദേശായി വളരെ കലിപ്പനായിരുന്നു. എത്ര പ്രാവശ്യം പറയണം ബ്ലാക്ക് ടീ മതിയെന്ന്? ശബ്ദമുണ്ടാക്കാതെ ഇറങ്ങിപ്പോ. ഇവരിങ്ങനെ എന്ത് ചെയ്താലും അമൃത എപ്പോഴും ഇങ്ങനെയാണ്. ഇതുകൊണ്ട് തന്നെ ഇവർക്ക് റാഗിങ് ചെയ്യാനുള്ള ആവേശവും കൂടും. ഇതിലേതെങ്കിലും എടുത്തു മാറ്റിയ പകരം അതിന്റെ ഇരട്ടി നിന്റെ ശരീരത്തിൽ ഞാൻ അണിയിക്കും. ഇതൊക്കെ ഊരിക്കളയണമെന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും അത്രയും തന്നെ ഇടൂന്ന് അമ്മ. ഇതുപോലെ ഊർമിള ക്യാരക്ടർ അർജുൻ ദേശായിക്ക് വേണ്ടി പെണ്ണ് കാണാൻ പോയപ്പോൾ വേറൊരാളുടെ വീട്ടിൽ പോയി അവിടെ ഇരുന്നു കൊണ്ട് റാഗ് ചെയ്യുന്നു. മധുരം വേണ്ട. നിശ്ചയം കഴിയാത്ത വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കില്ല. ആ പെൺകുട്ടിയോട് വരാൻ പറയും. ആദ്യം ഹൈറ്റ് ചോദിക്കുന്നു. ഹൈറ്റ് എത്രയാ? ഇരിക്കാൻ പറയുന്നു. ഇരിക്ക്. എണീക്കാൻ പറയുന്നു. ഇരുന്നത് മതി, എഴുന്നേൽക്ക്. ഇതെല്ലാം തന്നെ ആ ഹിന്ദി സീരിയലിൽ നടക്കുന്നതാണ്. കുറച്ചു ദൂരം നടക്ക്. അത് പിന്നെ നോർത്ത് ഇന്ത്യ, അവിടെ പിന്നെ എന്തുമാവും. ആ മുടിയുടെ ഹിസ്റ്ററി അറിയണമല്ലോ. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒറിജിനലായി നടന്നിരുന്നെങ്കിൽ പെണ്ണ് മിനിമം ആ മിക്സർ പ്ലേറ്റ് എടുത്ത് അപ്പൊ തന്നെ തലക്കടിക്കും. കൈയും കാലും ഒക്കെ ശരിയായ അളവിൽ തന്നെ ഉണ്ടോന്ന് അറിയണമല്ലോ. ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടോ? ഒരു എപ്പിസോഡിൽ ഒരു അപ്പാപ്പൻ വരുന്നു. അപ്പാപ്പനെ തന്നെ അമൃത വരച്ചൊരു പെയിന്റിങ് കാണുന്നു. അപ്പാപ്പൻ ഈ ഒരു പെയിന്റിങ് കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. എന്നിട്ട് പൊക്കി അടിക്കുന്നു. ഇതിന് വല്ലാത്തൊരു ആകർഷണതയുണ്ട്. നമ്മൾ ഈ ഒരു പെയിന്റിങ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് തന്നെ ചിരി വരും. ചിത്രങ്ങൾ മോഡേണൈസ് ചെയ്ത് ആസ്വാദകരെ അകറ്റുന്ന ഈ കാലത്ത് ഇത്തരം ചിത്രങ്ങളാണ് ഉണ്ടാവേണ്ടത്. അപ്പാപ്പൻ എന്തോ വലിച്ചു കയറ്റി ഈ ഒരു പെയിന്റിങ് കാണാൻ വന്നു. ഇതുപോലെ ഒരു എപ്പിസോഡിൽ ഇവരുടെ അനിയത്തി കിണറ്റിൽ പോകുന്നുണ്ട്. ലാസ്റ്റ് ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കിയെടുത്തു. അമൃത ഭൂരിഭാഗം എപ്പിസോഡിലും ഇങ്ങനെയാണെങ്കിലും ഇടയ്ക്കൊക്കെ അർജുൻ ദേശായിക്ക് ഇട്ടൊരു പണി കൊടുക്കാറുണ്ട്. ഉണക്കാൻ വെച്ചിരിക്ക. സോറി ബിച്ച്, ഭാഗത്തുനിന്ന് വന്ന തെറ്റാ. യു ആർ എ ഫ്രോഡ്. ഇതുപോലെ റയറായി അർജുൻ ദേശായി ഊർമിളയായി തല്ലൂടി. അപ്പോൾ പല വെറൈറ്റി BGM കേൾക്കാം. ഞങ്ങൾ ഒരുമിച്ച് ആഹാരം കഴിച്ചാൽ ആകാശടിച്ചു വീഴുവോ? അടുത്തത് പരസ്പരം സീരിയലാണ്. മറ്റേത് ദേശായി ഫാമിലി ആണെങ്കിൽ ഇവരുടെ പടിപ്പുര വീടാണ്. ഈ ഒരു പടിപ്പുര വീട്ടിൽ എല്ലാമാണ്. പടിപ്പുര വീട്ടിൽ പത്മാവതി, കൃഷ്ണേട്ടൻ എന്നൊരു ക്യാരക്ടറുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലുവാട് ദേവന്റെ അച്ഛന്റെ പോലെയാണ്. പക്ഷെ അയാളാണെങ്കിൽ ഒരു ഇഷ്ടികയെങ്കിലും പിടിച്ച് പൊളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടത്തെ കാര്യം നോക്കിയാൽ എല്ലാ ഭരണവും പത്മാവതിയാണ്. ഇവർ രണ്ടാളും സെപ്പറേറ്റ് കിടന്നോട്ടെ. നിങ്ങളല്ലല്ലോ പണം മുടക്കുന്നത്, എന്റെ മോനല്ലേ.
ഈ ഒരു വീടിന് എന്തുകൊണ്ട് പഠിപ്പൂര വീടെന്ന പേര് വന്നാൽ ഈ ഒരു വീട്ടിൽ ആരും അധികം പഠിക്കാൻ പോയിട്ടില്ല. മറ്റെന്ത് തെറ്റിനെക്കാട്ടിലും എനിക്ക് പ്രധാനമാണ് മരുമക്കൾ പഠിക്കരുതെന്നുള്ളത്. പഠിക്കുന്നവരെ പത്മാവതിക്ക് അത്ര ഇഷ്ടമല്ല. അതിനപ്പുറം അപമാനവും അന്തസ്സിലായ്മയോ ഒന്നും അല്ലല്ലോ മറ്റൊന്നും. ഇതുകൊണ്ട് തന്നെ മക്കളായ സൂരജും സുരേഷും ഇവര് രണ്ടുപേരും പഠിച്ചിട്ടില്ല. പത്മാവതി എന്ത് പറയുന്നു അത് മാത്രമേ സൂരജ് കേൾക്കാറുള്ളൂ. ആർക്കാ 2 റൂം? അമ്മേ, അത് നമ്മള് 4 പേരില്ലേ അമ്മേ? 4 പേര് ഒന്നിച്ചൊരു മുറി കിടന്ന ഉറക്കം വരൂലേ? സൂരജിന് വീട് വിട്ടാ ബേക്കറി, ബേക്കറി വിട്ടാ വീട്. സൂരജ് ജനിച്ചിട്ടുന്നവര് ഒരു പച്ചവെള്ളം പോലും പുറത്തുനിന്ന് വാങ്ങി കുടിച്ചിട്ടില്ല. വീട്ടിലൊന്നും വെച്ച് കൊടുക്കുന്നുണ്ടാവില്ലേ? എന്റെ പത്മം പുറത്തുനിന്ന് ഒരു ചായ കുടിച്ച വലിയ തെറ്റാണ്. അതുവരെ വീട്ടിൽ വന്നേ കുടിക്കാറുള്ളൂ. എന്റെ മോന് ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്ത പച്ചവെള്ളം ആണെങ്കിൽ പോലും അവൻ വീട്ടിൽ വന്നേ കുടിക്കും. ഇങ്ങനെ പത്മാവതി എന്ത് പറഞ്ഞാലും സൂരജ് അത് കേൾക്കും. സൂരജിന് പഠിപ്പ് മാത്രമല്ല ബുദ്ധിയുമില്ല. പല പല ഡയറക്ടർ ബ്രില്യൻസ് കാണും. ഇതിൽ ഫിലിമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. സൂരജേട്ടാ ഇനി തന്നെ ഇത് ഡിജിറ്റൽ ക്യാമറ. സൂരജേട്ടാ ഇതില് ഫിലിമിന്റെ ആവശ്യമില്ല. അമ്മ പറഞ്ഞു ഞാനൊരു അച്ഛനാൻ പോവാണെന്ന്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? തനിക്കൊരു IAS കാര്യാവാം. ഇന്ത്യൻ അടുക്കള സർവീസ്. ഒരു ദിവസം സൂരജും പത്മാവതി ഒരു ബസ്സിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് കുറച്ച് ടെററിസ്റ്റുകൾ വന്നു ആ ഒരു ബസ് ഹൈജാക്ക് ചെയ്തു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എവിടേക്കോ തട്ടിക്കൊണ്ടുപോകും. ഇതിന്റെ ഇടയിലും സൂരജിന് തിന്നണ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലും ബസ് ഒന്ന് നിർത്തി ഭക്ഷണം വാങ്ങിയാൻ അനുവദിക്കണം. ഇങ്ങനെ തീവ്രവാദികൾ ഒരു ദിവസം വീട്ടിൽ വന്നു. ഒരു ബോംബ് ഗുളിക കൊടുത്ത് അത് തിന്നാൻ പറഞ്ഞു. സൂരജ് അത് കപ്പലണ്ടി തിന്നുന്ന പോലെ തിന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മനുഷ്യ ബോംബുകളാണ്. സൂരജ് ഇത് കഴിച്ച സമയം വെച്ച് നോക്കുമ്പോ ഇനി 40 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. സൂരജിന് 40 മിനിറ്റ് സമയമുണ്ടായിരുന്നു. 10 മിനിറ്റ് എങ്കിലും ബാത്റൂമിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കൂടിപ്പോയാൽ ക്ലോസറ്റ് പൊട്ടിത്തെറിക്കും. മറ്റൊരു കുഴപ്പവുമില്ല. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് ചാവണ്ടാന്ന് പറഞ്ഞു ദീപ്തിയും ഗുളിക കഴിച്ചു. സൂരജേട്ടൻ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് വിടുവോ? ഞാനും ഉണ്ട് കൂടെ. അങ്ങനെ രണ്ടുപേരും ഓടി. പെട്ടെന്ന് ഫ്രണ്ടിൽ ഡിഫൻസ് മിനിസ്റ്റർ വന്നു. എന്തിനാണ് വന്നതെന്നാൽ എന്തായാലും ചാവാൻ പോവുകയാണ്. അപ്പോൾ ഒരു അവാർഡ് കൊടുക്കാനാണ്. ഇത്ര അടുത്തുണ്ടായിട്ടും ഈ മഹാത്യാഗത്തെ ആദരിച്ചില്ലെങ്കിൽ രാജ്യം ഒരിക്കലും എന്നോട് പൊറുക്കില്ല. അങ്ങനെ ഒരു ബോട്ടിൽ പോയി നിൽക്കുന്നു. ഗുളിക പൊട്ടിത്തെറിച്ച് രണ്ടുപേരും ചത്തു. ബോട്ട് വരെ പൊളിഞ്ഞു പോയി. ജനറേഷനിലെ പോലീസ് സേനാംഗങ്ങളോട് ഈ അവസരത്തിൽ മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെല്ലാം തന്നെ ആ ബംഗാളി സീരിയലിന്റെ ക്ലൈമാക്സ് ആണ്. എന്തൊക്കെയായാലും ഈ സീരിയൽസ് എല്ലാം ഒരു നൊസ്റ്റാൾജിക് ആണ്. ഇനി നമുക്ക് ചില നോർത്ത് സീരിയൽ നോക്കാം. Action. Got it. Okay.